പ്രാർത്ഥിക്കുവാനായി നാം പോകുന്ന ദേവാലയം, ആ ദേവാലയത്തിൽ ഒരിക്കലും കാണുവാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ച, ഭീകരവും നിഗൂഢതയും വിസ്മയവും ഒത്തുചേർന്ന ഒരു അത്ഭുത കാഴ്ച. അതാണ് തെക്ക് പടിഞ്ഞാറൻ പോളണ്ടിലെ സെന്റ് ബർത്തലോമിയോസ് ചർച്ചിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന്റെ അസ്ഥികളും തലയൊട്ടികളും കൊണ്ടാണ്. 10,000-കണക്കിന് മനുഷ്യരുടെ അസ്ഥികളും തലയൊട്ടികളും ഈ ദേവാലയത്തിനുള്ളിൽ. ദൈവത്തിന്റെ ഇടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആരാധനാലയത്തിൽ ഇത്തരമൊരു വേറിട്ട കാഴ്ച അമ്പരപ്പിക്കുന്നത് തന്നെ. ലോകത്തിൽ എത്രയെത്ര വിസ്മയങ്ങൾ, നിഗൂഢതകൾ നമ്മെ കാത്തിരിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പള്ളി, പക്ഷേ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അത്ഭുതം. പള്ളിയുടെ ഭിത്തികൾ, മേൽക്കൂര, അലങ്കാര വിളക്കുകൾ, മെഴുകുതിരി സ്റ്റാൻഡുകൾ, പള്ളിയിലെ ഭൂഗർഭ അറ, എന്തിന് ഏറെ പരിപാവനമായ അൾത്താര എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥികളും തലയോട്ടികളും കൊണ്ടുതന്നെ. 1776-നും 1804-നും ഇടയിൽ മരിച്ചവരുടെ അസ്ഥികൂടങ്ങളാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സിലിഷ്യൻ യുദ്ധം, 30 ഇയേഴ്സ് യുദ്ധം, ഇവയിൽ മരിച്ചവർ, കൂടാതെ പ്ലേഗ്, കോളറ പോലെയുള്ള പകർച്ചവ്യാധികളിൽ മരിച്ചവർ, ഇവരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ ഈ പള്ളി പണിയുന്നതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. 10,000-കണക്കിന് ആളുകളുടെ അസ്ഥികൂടങ്ങൾ സെമിത്തേരികളിൽ നിന്നും കുഴിച്ചെടുത്തപ്പോൾ ആ അസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് ഒരു ദേവാലയം നിർമ്മിച്ചാലോ എന്ന ചിന്ത, ആ ആലോചനയുടെ സാക്ഷാത്കാരമാണ് പോളണ്ടിലെ ഈ അത്ഭുത ദേവാലയം. വക്ലാവ് ടോമാസെക് എന്ന പുരോഹിതനാണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. യാദർച്ഛികമെന്ന് പറയട്ടെ, ആ പുരോഹിതന്റെ അസ്ഥികൂടവും ഈ പള്ളിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ പള്ളിയിലെത്തുന്ന ഓരോ സന്ദർശകരും ചിന്തിക്കാറുണ്ട്, ഈ ദേവാലയത്തിൽ നിന്ന് എങ്ങനെ ആരാധന നടത്തും? പക്ഷെ ജീവിതത്തിന്റെ നിരർത്ഥതകളുടെ നേർക്കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോഴല്ലേ എല്ലാം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് മനുഷ്യന് ചെന്നെത്തുവാൻ കഴിയുക. ഒരുപക്ഷെ അതുതന്നെയാവാം അസ്ഥികൂടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ അത് നിർമ്മിച്ചവരുടെ മനസ്സിലും ഉണ്ടായിരുന്ന ചിന്തകൾ. കാരണം മനുഷ്യനൊടുവിൽ എന്താണെന്ന് എത്ര വിശദീകരിച്ചു കൊടുത്താലും അത് മനസ്സിൽ പതിയണമെന്നില്ല. പക്ഷെ ഈ കാഴ്ചകൾ അതൊരു നേരറിവായി തന്നെ മനുഷ്യ മനസ്സുകളിലേക്ക് ആഴത്തിൽ പതിയുക തന്നെ ചെയ്യും. അത് തീർച്ച. മനുഷ്യന്റെ ജീവിതയാത്ര എവിടെ അവസാനിക്കുന്നു എന്ന് ഈ ദേവാലയം നമ്മെ കാണിച്ചു തരുന്നു. അഹംഭാവവും ജാതീയതയും സ്ത്രീ പുരുഷ വർണ്ണ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ എല്ലാം ഒടുവിൽ വെറും അസ്ഥികൂടങ്ങളായി മാറുന്ന ജീവിത സത്യത്തിന്റെ നേരടയാളമായി പോളണ്ടിലെ ഈ അത്ഭുത ദേവാലയം. ലക്ഷക്കണക്കിന് സന്ദർശകരെ ഈ ദേവാലയം അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം ജീവിത നിരർത്ഥതയുടെ പാഠങ്ങളും ഈ ആരാധനാലയം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. തിളങ്ങുന്ന മുഖത്തിന്റെ ഭംഗികൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, ചിന്തകൾ, ഭാവി പ്രതീക്ഷകൾ, ഇതൊക്കെ നിറഞ്ഞു നിന്നിരുന്ന മനുഷ്യ ശരീരം. പക്ഷെ അതെല്ലാം നശിച്ച് വ്യക്തിത്വമോ പേരുകളോ ഒന്നുമില്ലാതെ ഒരേ രൂപങ്ങളായി തീർന്ന വെറും അസ്ഥികൂടങ്ങളായി മാറ്റപ്പെട്ടവർ ഒന്നിച്ച് ഈ ദേവാലയത്തിൽ ഒരു വിസ്മയ ചരിത്രം രചിക്കുന്നു. അസ്ഥികൂടങ്ങളും തലയോട്ടികളും കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളി കാണുക എന്നതിനപ്പുറം അത് വിഭാവനം ചെയ്ത ജീവിത സത്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. പള്ളി നിർമ്മിച്ചവരുടെ ഉദ്ദേശം എന്തുതന്നെയായിരുന്നാലും ഓരോ സന്ദർശകനും അവനവൻ്റേതായ കാഴ്ചകളും നിഗമനങ്ങളിലും എത്തിച്ചേരേണ്ടതുണ്ട്. കാണുന്ന മാത്രയിൽ വിസ്മയം, പിന്നെ ദാർശനികമായ സത്യങ്ങളിലേക്ക് നാം അറിയാതെ മനസ്സ് സഞ്ചരിക്കുക തന്നെ ചെയ്യും. ആ പള്ളിയുടെ ഭിത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകത്തിലേക്ക് നമ്മുടെ മിഴികളും മനസ്സും ഒരു നിമിഷം ഉടക്കി നിൽക്കുക തന്നെ ചെയ്യും. ആ വാചകം എന്താണെന്നല്ലേ? ഞങ്ങൾ അസ്ഥികൾ ഇവിടെയുണ്ട്, നിങ്ങളുടേതിനായി കാത്തിരിക്കുന്നു. മനസ്സിന്റെ നടുക്കം മാറി ആ സത്യത്തെ ഉൾക്കൊണ്ട് ഓരോരുത്തരും അറിയാതെ മനസ്സിൽ ചോദിച്ചു പോകും, ഈ അസ്ഥികൂടങ്ങളുടെ ഉടമസ്ഥർ അത് ആരൊക്കെയായിരുന്നു? അത്ഭുതവും നിഗൂഢതയും നിറഞ്ഞു നിൽക്കുന്ന പള്ളിയിൽ നിന്നും തിരിച്ച് പടികളിറങ്ങുമ്പോൾ പിന്നിൽ നിരവധി പൊട്ടിച്ചിരികൾ മുഴങ്ങുന്നത് പോലെ തോന്നലോ അതോ യാഥാർത്ഥ്യമോ?